അങ്ങനെ കൽക്കി എന്ന് പറഞ്ഞ സിനിമ കണ്ടിരിക്കുകയാണ്. ഒറ്റ വാക്കിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ പറയുമല്ലോ, ചില സിനിമയൊക്കെ കണ്ടിട്ട് വേൾഡ് ക്ലാസ് സിനിമ, അല്ലെങ്കിൽ ലോക സിനിമയുടെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ പറയുമല്ലോ. ഇനി നമ്മൾ ഇന്ത്യക്കാർക്ക് അങ്ങനെ ഒരു ശ്രമിച്ചു എന്നുള്ള വാക്കിന് ഇനി പ്രസക്തി ഇല്ല. കാരണം നമ്മൾ എത്തി. അതായത് ഇപ്പോൾ ഒരു മാഡ് മാക്സ് കണ്ടിറങ്ങിയ ഒരാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ കൽക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊരു കാരണവശാലും ഇത് രണ്ടും രണ്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് വന്ന സിനിമയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ക്വാളിറ്റിയിൽ അത്രമാത്രം എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ വന്ന ഇന്ത്യൻ സിനിമകളിൽ ക്വാളിറ്റി മീൻസ് വി എഫ് എക്സിലായിക്കോട്ടെ, ആ മേക്കിംഗ് സ്റ്റൈലായിക്കോട്ടെ, ക്യാമറ വർക്ക് ആയിക്കോട്ടെ, ലൈറ്റിംഗ് ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും നമ്മൾ ലോക സിനിമ എന്ന് പറഞ്ഞൊരു സംഭവം അതങ്ങോട്ട് കീഴടക്കി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഒരാൾക്കും പറയേണ്ടി വരില്ല ഇന്ത്യൻ സിനിമ അങ്ങോട്ട് എത്തിയിട്ടില്ല, ഇന്ത്യൻ സിനിമ ഒരുപാട് സഞ്ചരിക്കാനുണ്ട് അങ്ങോട്ട് എത്താൻ, അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ല. ഇത് തന്നെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്. ഇതൊരു വേൾഡ് ക്ലാസ് സിനിമയാണ്. അസലായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം, നമ്മളിപ്പോൾ കുറച്ചായിട്ട് വി എഫ് എക്സിൽ പലതരത്തിലുള്ള പരീക്ഷണം നടത്തുന്ന ഇന്ത്യൻ സിനിമകൾ നമ്മൾ അധികം ഒരുപാട് കാണണം. ഇതിനൊന്നും ഈ പറയണ ഒരു ലെവലിലേക്ക് എത്തിപ്പെടാൻ പറ്റാറില്ല. അപ്പോൾ ഈ സിനിമ സ്വാഭാവികമായിട്ടും ഇതിലൊരു പേടി ഉണ്ടായിരുന്നു, ഇത് അത്രയ്ക്കൊക്കെ എത്തുമോ എന്നുള്ളത്. കാരണം ബഡ്ജറ്റ് ഉണ്ടായിരുന്നു സിനിമയ്ക്ക്, പക്ഷെ എന്നാലും നമ്മളെ കൊണ്ട് അങ്ങോട്ട് എത്തിപ്പിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയുടെ ഫസ്റ്റ് ഫ്രെയിം മുതൽ പിന്നെ അങ്ങോട്ട് ഇതിൻ്റെ ഒരു പോയിൻറ്റിലും വി എഫ് എക്സിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുമുള്ളൊരു പ്രശ്നം എനിക്ക് ആസ് എൻ ഓഡിയൻ അനുഭവപ്പെട്ടിട്ടില്ല. ഒരു ക്രിട്ടിക് എന്നുള്ള രീതിയിലും ഞാൻ ആ സിനിമ ഒന്ന് ഒരു സെക്കൻഡ് ഹാഫ് ഞാൻ അങ്ങനത്തെ മൈൻഡിലും കണ്ടു നോക്കിയപ്പോഴും എനിക്ക് അങ്ങനത്തെ ഒരു ഡിഫക്റ്റേ തോന്നിയില്ല. ഞാൻ കൂടുതൽ ഞെട്ടുമായിരുന്നു. അതിന് പറ്റിയ കുറച്ച് വിഷ്വൽസും പരിപാടികളുമായിട്ട് ഈ സിനിമ നമ്മളെ തിയേറ്ററിൽ ഇരുത്തി എന്ന് പറഞ്ഞാൽ ഈ സിനിമയ്ക്ക് ലാഗ് ഉണ്ട്. ഇത് എല്ലാവർക്കും വർക്കാണ്. അപ്പോൾ നമ്മളെ തിയേറ്ററിൽ തന്നെ പകുതി ആൾക്കാർക്ക് ഇത് വർക്കായിട്ടില്ല. അപ്പോൾ അത് അങ്ങനെ കാണുന്നവരുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഇംഗ്ലീഷ് സിനിമ ഇതേ സാധനം തന്നെ ഇതേ കഥ തന്നെ വെച്ചൊരു ഇംഗ്ലീഷ് സിനിമ വന്നു കഴിഞ്ഞാൽ അതിലെ ലാഗോ അതിലെ പ്രശ്നങ്ങളോ ഒന്നും നമുക്കൊരു വിഷയമാവില്ല. നമ്മൾ പുറത്തിറങ്ങിയിട്ട് പറയും ഇതൊരു ഗംഭീര സിനിമയാണ്. നേരെ മറിച്ച് നമ്മൾ ഇന്ത്യക്കാർ അങ്ങനത്തെ ഒരു സിനിമ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഒരു പ്രശ്നമാണ്. ഇപ്പോൾ പണ്ട് രണത്തിനൊക്കെ സംഭവിച്ചതൊക്കെ തന്നെയാണ്. അതെന്തുകൊണ്ടോ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇംഗ്ലീഷ് സിനിമയിൽ ഈ ലാഗ് എന്ന് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. കാരണം ഇത് പറയണം എന്താണെന്നോ ഡയലോഗ് എന്താണെന്നോ മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോൾ നമുക്കതൊരു ലാഗായിട്ട് പോലും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ ഇതിൽ നമുക്ക് ആ ലാഗിങ്ങും ആ കഥയ്ക്ക് വേണ്ട ലാഗിങ്ങുകളല്ല, അനാവശ്യ ലാഗിങ്ങൊന്നുമല്ല. പക്ഷേ നാഗശ്വിൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, കാരണം ബാക്കി ഇങ്ങനത്തെ സിനിമ ചെയ്താലും അതിൽ ബാക്കി എല്ലാവർക്കും അതിൻ്റേതായ ഒരു സ്ഥാനങ്ങൾ നമ്മൾ കൊടുക്കും. പക്ഷേ ഇതിൽ ഒരു പടി മുകളിൽ നാഗശ്വിൻ എന്ന് പറയുന്ന ഡയറക്ടറുടെ വിഷനെയാണ് ഞാൻ ഹാറ്റ്സ് ഓഫ്. കാരണം ഇത്ര വലിയൊരു സംഭവം കണ്ടെത്തുക, ഇത്ര വലിയൊരു സാധനം എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല. അതും ആക്ടേഴ്സിനെ സെലക്ട് ചെയ്ത കാര്യത്തിലാണെങ്കിൽ, ജൂനിയർ ആർട്ടിസ്റ്റിനെ സെലക്ട് ചെയ്ത കാര്യത്തിലാണെങ്കിൽ ഇത് കാരണം ഒന്നെങ്കിൽ ഒരു തമിഴ് സിനിമയാണെങ്കിൽ അതിൽ തമിഴ് ആൾക്കാർ മാത്രമായിരിക്കും. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ഈ പാൻ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാലും ഏതൊക്കെ സ്ഥലത്താണോ നടക്കുന്നത് ആ സ്ഥലം മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതൊരു വേൾഡ് സിനിമയാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫേസുകൾ വേണം, ഡിഫറെൻറ്റ് ഫേസസ് വേണം. ഇതെല്ലാം ഈ സിനിമയിൽ കൊടുന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് ആദ്യം എടുത്ത ഒരാളെ കാസ്റ്റിങ്ങിലെ സംഭവം. രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന എല്ലാവരും എനിക്ക് പേഴ്സണലി പ്രഭാസ് കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അമിതാഭ് ബച്ചന് കൊടുത്ത ആ ഒരു സാധനം അത് ഇന്ത്യൻ സിനിമയിലെ ടോളസ്റ്റ് എന്ന് പറയുന്ന ഒരാളാണല്ലോ. അപ്പോൾ മൂപ്പര് ആണല്ലോ നമുക്ക് ഏറ്റവും ഹൈറ്റുള്ള മനുഷ്യൻ. ആ ഹൈറ്റുള്ള മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന കറക്റ്റ് ക്യാരക്ടർ അമിതാഭ് ബച്ചൻ അല്ലാണ്ട് ഈ ക്യാരക്ടർ ചെയ്യാൻ വേറൊരാളില്ല എന്നുള്ളത് മറ്റൊരു സത്യം. പിന്നെ ഇതിനടുത്തുള്ളത് കമൽഹാസനാണ്. കമൽഹാസൻ എന്ന് പറഞ്ഞ നടനെ സംബന്ധിച്ച് ഇത് ഭയങ്കര സിമ്പിൾ ടാസ്ക് ആയിരുന്നു. ആൾക്ക് ഇത് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇത് അധികം സ്ക്രീൻ സ്പേസ് ഇല്ല, പക്ഷെ എന്നാലും നന്നായിട്ടാണ് ആ പരിപാടി പോയുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ശോഭന. അതായത് ഡയറക്ടർക്ക് ഒരു കണ്ണിൽ തീയുള്ള ഒരു 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 റിവഞ്ച് അല്ലെങ്കിൽ ഒരു പിടിച്ചെടുക്കണം ഒരു സംഭവമുള്ള ഒരു ലേഡീനെ വേണം എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് കാസ്റ്റ് ചെയ്ത് ശോഭനയിലാണ്. കാരണം അത് ശോഭനാമിൻ്റെ കണ്ണിൽ ആ തീ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ നമ്മളെത്തും, നമ്മളെ കൊണ്ട് പറ്റും എന്നൊക്കെ പറയുമ്പോൾ കണ്ണിൽ കാണാനുണ്ടായിരുന്നു ആ ഒരു പ്രൗഢി. അത് ഗംഭീരമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത മലയാളത്തിൻ്റെ സ്വന്തം അന്നാബെന്നിന് കിട്ടിയ ഒരു കിടിലൻ ചാൻസാണ്. കാരണം ഞാൻ അതൊക്കെ ഫസ്റ്റ് ഫ്രെയിം അന്നാബെന്നിൻ്റെ കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, ഓക്കെ ഒരു ഹോളിവുഡ് നടി. കാരണം ഞാൻ അങ്ങനത്തെ ഒരു ആംഗിളിൽ അന്നാബെന്നെ കണ്ടിട്ടില്ല. നമ്മളുടെ നാടൻ പെൺകുട്ടി അങ്ങനെയല്ലേ കണ്ടുള്ളൂ. പക്ഷേ
ഒരു ഹോളിവുഡ് ഐറ്റം അതാണ് നമ്മുടെ മുന്നിൽ വന്ന് നിന്നത്. പെർഫോം ചെയ്യാനുള്ളതാണെങ്കിൽ നല്ല കൊടുത്തിട്ടുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും ഗംഭീരമായിരുന്നു. ദീപിക പദുക്കോൺ അത് ഭയങ്കര സർക്കിളുള്ള അഭിനയമായിരുന്നു. അത് ദീപിക പദുക്കോൺ ഓൾറെഡി അങ്ങനത്തെ ക്യാരക്ടേഴ്സ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമാണ് മുമ്പത്തേര് ചെയ്യുന്നത്. കുറച്ചും കൂടെ നമുക്ക് ഒരു രസം തോന്നും. എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി വൺ ഈ പടത്തിൽ നന്നായി ചെയ്തു. ഇവരൊക്കെ നന്നായി ചെയ്തെന്ന് പറയുമ്പോഴും അപ്പോഴും ഇത് നാഗശ്വിൻ്റെ വിജയമാണ്. കാരണം ഇതൊരു VFX ഓറിയൻറ്റഡ് സിനിമയാണ്. ഇതിലൊരിക്കലും ഒരു ആക്ടർക്ക് കയ്യിൽ നിന്നിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് ഷോട്ടിൻ്റെ സമയത്ത് നോക്കാൻ പറ്റില്ല. കറക്റ്റ് പ്ലാൻഡ് ആയിരിക്കണം. ഡയറക്ടർ എന്ത് പറയുന്നു അവിടെ മൂവ് ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ കൈ മൂവ്മെൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അറിയില്ല, ഒരു ആക്ടർക്ക് അറിയില്ല അവിടെ എന്താ വരാൻ പോകുന്നുള്ളത്. പക്ഷേ അതൊരു ഡയറക്ടർക്ക് അറിയുള്ളൂ. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടറിൻ്റെ പാവയായി നിൽക്കുക എന്നുള്ളതാണ് ഒരു ആക്ടറെ സംബന്ധിച്ച് വേണ്ടത്. അത് കറക്റ്റായിട്ട് ചെയ്യുകയും അത് കറക്റ്റായിട്ട് ആ ആക്ടറെ യൂസ് ചെയ്യുകയും ചെയ്തു എന്നുള്ളതിൻ്റെ ഡയറക്ടറുടെ ഏറ്റവും വലിയ കാര്യം. പിന്നെ ഇതിൽ പറയാനുള്ളത് മ്യൂസിക്കാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്തത്. ഗംഭീര മ്യൂസിക് വർക്കാണ്. പിന്നെ അടുത്തത് വീണ്ടും എടുത്തു പറയുന്നത് VFX തന്നെയാണ്. കാരണം ഡയറക്ടർ കഴിഞ്ഞാൽ ഈ ഡയറക്ടറും VFXനെയും ഞാൻ ഒരു ഇതിൽ പറയും. കാരണം ഇവർ രണ്ടോളും കറക്റ്റായിട്ട് ഡയറക്ടർ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് VFXന് കിട്ടിയാൽ മാത്രമേ ഇങ്ങനൊരു ഔട്ട് കിട്ടുള്ളൂ. കാരണം നമ്മൾ കണ്ടതാണ്. നമ്മളിപ്പോൾ ബഡ്ജറ്റ് ഉള്ളത് കൊണ്ട് ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ സിനിമ ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. കാരണം ബഡ്ജറ്റ് ഉണ്ടായിട്ട് മറ്റേ ഓം റണ്ണൗട്ട് എന്താ ചെയ്തതെന്ന് നമുക്കറിയാം. അതേപോലെ ഒന്നും ഇതിൽ അതേപോലെ ആവും എന്നുള്ളൊരു ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ സിനിമേനെക്കുറിച്ചുള്ള പ്രത്യേക എടുത്തു പറയാനുള്ള സംഭവം. പിന്നെ ഇതിൻ്റെ ക്യാമറ ചെയ്തിരിക്കുന്നത് ജോർജെ അങ്ങനെ എന്തോണ് ക്യാമറമാൻ്റെ പേര്. ആൻഡ് ക്യാമറ വർക്ക് മാൻ കിഡു എന്ന് പറഞ്ഞാൽ കിക്കിഡു. അതായത് നമ്മൾ ഒരു കാരണവശാലും നമ്മുടെ ഒരു ഇന്ത്യൻ പാറ്റേണോ ഒരു ഇന്ത്യൻ സ്റ്റൈലോ ആ ക്യാമറയിലില്ല. ഞാൻ കണ്ടത് 2Dയിലാണ്. എനിക്ക് പേഴ്സണലി ഇത് 3Dയിൽ ഒന്നുകൂടെ കാണുന്നുണ്ട്. കാരണം ഇതിൽ പല എലമെൻസും 3Dക്ക് വേണ്ടി മാത്രം ചെയ്ത കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ ഗംഭീരമാണ്. പിന്നെ ആസ് യൂഷ്വൽ VFX സിനിമകളിൽ ഉണ്ടാകുന്ന പോലെ തന്നെ ചില കണക്ഷൻ ഇഷ്യൂസ് അല്ലെങ്കിൽ ചില ഷോട്ടിൻ്റെ പോരായ്മകൾ അങ്ങനത്തെ ചില സാധനങ്ങൾ ഇപ്പോൾ മാഡ് മാക്സ് കാണുമ്പോഴാണെങ്കിലും അവതാർ കാണുമ്പോഴാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരാറുണ്ട്. അങ്ങനത്തെ ഒരു ഫീൽ ഇതിനും ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മളിതിലൊരു കാരണമല്ല. ഈ സിനിമ കാണാതിരിക്കാനുള്ള എൻ്റെ ഒരു കാരണമല്ല. ഇതൊരു ലാഗുള്ള സിനിമയാണ്. ഇത് പതുക്കെ പോകുന്ന ഒരു ലോ പേസ് പോയി. പക്ഷേ ഓരോ പേസിൽ പോയാലും ഇതിൻ്റെ മാസ് എലമെൻറ്റ്സ് കൊണ്ടും ഇതിൻ്റെ ഒരു മേക്കിംഗ് കൊണ്ടും നമ്മളെ വണ്ടടിപ്പിക്കണം. പിന്നെ മലയാളികളുടെ സ്വന്തം അടുത്ത ആളായ ദുൽഖർ സൽമാൻ. എനിക്കത് ആക്ച്വലി ആളെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം നമ്മളെ ഫ്രെയിമിൽ നമ്മളെ ദുൽഖർ സൽമാൻ DQനെ കാണുക എന്നുള്ളത്. പക്ഷേ പേഴ്സണലി എനിക്ക് അത്ര വലിയ ഒരു ഇതല്ല. കാരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മൂപ്പര് നല്ല മലയാള സിനിമ ചെയ്യണം, നല്ലൊരു മലയാളത്തിലൊരു നല്ല പടം വരണം, അത് തിയേറ്ററിൽ പോയി കൈയടിച്ച് കാണണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു പടം വരുന്നില്ല. അപ്പോൾ അത് വരുന്നിടത്തോളം കാലം ഞാൻ പുറത്തെ ഭാഷകളിൽ മൂപ്പര് എന്ത് ചെയ്തിട്ടും ആസ് എൻ ഓഡിയൻ്റ് ആൻഡ് ഒരു ദുൽഖർ സൽമാൻ ഫാൻ എന്നുള്ള രീതിയിൽ എനിക്കതൊട്ടും തൃപ്തികരമല്ല. പക്ഷേ ആൾ ഇതിൽ ചെയ്തു വെച്ചത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ്. അത് കാണുന്നവർക്ക് അത് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ എനിക്ക് പറയാനുള്ള പിന്നെ വിജയ് ദേവരകൊണ്ട ഓഫ് കോഴ്സ് ഉണ്ട്. അതും നല്ലൊരു കാസ്റ്റിംഗാണ്. കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര പെർഫെക്റ്റായിരുന്നു. എല്ലാം കൊണ്ടും ഇത് പെർഫെക്റ്റാണ് ഈ സിനിമ. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണുക. ഇത് മിസ് ചെയ്യരുത്. കാരണം ഈ കൊറിയൻ സിനിമയും ഇറ്റാലിയൻ സിനിമയും ബാക്കി ഹോളിവുഡ് സിനിമകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇന്ത്യൻ സിനിമയെ പുച്ഛിക്കുന്ന ബുദ്ധിജീവികൾ എന്ന് പറയുന്ന കുറച്ച് ഗണം ആളുകളുണ്ട്. അതല്ലാതെ നല്ല സിനിമയെ ആസ്വദിക്കുന്ന ഈ പറഞ്ഞ എല്ലാ ഹോളിവുഡും ഇറ്റാലിയനൊക്കെ കണ്ട് കൊറിയനൊക്കെ കണ്ട് നല്ല സിനിമകളെ ആസ്വദിക്കുന്ന നല്ല കുറച്ച് കൂട്ടമുണ്ട്. ഈ രണ്ട് കൂട്ടും നിർബന്ധമായും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക. ഇത് പ്രിൻ്റ് കാണാനോ അല്ലെങ്കിൽ OTTയിൽ വരുമ്പോൾ കാണാനോ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫീല് കിട്ടില്ല. മാക്സിമം എനിക്ക് തോന്നുന്നത് 3D ഞാൻ കണ്ടില്ല, 3D കണ്ടു നോക്കുക. കാരണം 3Dക്കുള്ള കുറേ സാധനങ്ങൾ ഇതിലുണ്ട്. കാരണം വിഷ്വലി നമ്മൾ എവിടെയും ബാക്കായിട്ടില്ല, നമ്മൾ പിന്നോട്ട് നിന്നില്ല, ഒരു ഷോട്ട് പോലും നമ്മൾ ബാക്കിക്ക് നിന്നില്ല. നാഗശ്വിൻ എന്ന് അവസാനം എഴുതി കാണിച്ചപ്പോൾ ആക്ച്വലി എനിക്കൊരു കോരിത്തിരിപ്പ് ഉണ്ടായത് നമ്മളെത്തി. എനിക്ക് മറ്റേ നാഗശ്വിൻ്റെ കൈ പിടിച്ചിട്ട് അതായത് താങ്ക് യു ബ്രോ, നമ്മളെ അങ്ങോട്ട് എത്തിച്ചല്ലോ, ഇന്ത്യൻ സിനിമേനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് എത്തിച്ചില്ലേ. അത് ഭയങ്കര സംഭവമാണ്. ഇതിന് അവാർഡോ ഇതിപ്പോൾ എത്ര കളക്ഷൻ നേടുന്നൊന്നും അറിയില്ല. പിന്നെ ഇതിനൊരു സെക്കൻഡ് പാർട്ടുണ്ട്, അത് നടക്കുമെന്ന് പോലും അറിയില്ല. കാരണം അത്രയും ബഡ്ജറ്റ് വേണം. അത് നമ്മൾ ഇന്ത്യൻ ലെവലനുസരിച്ച് നമുക്കത് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അഫോർഡ് ചെയ്യണമെങ്കിൽ ഈ സിനിമ അത്രയും വലിയ ഹിറ്റാവണം. അപ്പോൾ അങ്ങനെ ഹിറ്റാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ഇതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വന്നാലേ നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രി ഒന്ന് ഉണർന്ന് ഒന്ന് ഉയർന്നു പോയി, അതായത് കൈവിട്ട് പോയി എന്ന് പറയില്ലേ, ആ ലെവലെത്തി.
ഇനി ആർക്കും പറയാൻ പറ്റില്ല ഇന്ത്യൻ സിനിമ ഒരു ചെറിയ ഇൻഡസ്ട്രി ആണെന്നോ അല്ലെങ്കിൽ അവരെ കൊണ്ട് ചില കാര്യങ്ങളൊന്നും എത്തിപ്പെടാൻ പറ്റില്ല എന്നോ ഒന്നും പറയാൻ പറ്റില്ല. ഇത് ഇത് ഒരു ഇതൊരു ജമ്മാണ്, ഒരു മുത്താണ്. അത്രയും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു സിനിമ നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നു. ആൻഡ് ഇതെല്ലാവരും കാണണം, മസ്റ്റ് വാച്ച്. ഇതൊരു കാരണവശാലും നിങ്ങൾ കാണാണ്ടിരിക്കരുത്. നിങ്ങളൊരു സിനിമ ലവറാണെങ്കിൽ വീണ്ടും പറയാണ്, തീർച്ചയായും നല്ല തിയേറ്ററിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുക. ഒരു പ്രശ്നമില്ല. കാരണം മാസ്പാടൊക്കെ ആണെങ്കിൽ വെറുതെ ബാസും മറ്റൊക്കെ കൂട്ടി അറ്റ്മോസൊക്കെ നമ്മളെ ചിലപ്പോൾ തലക്ക് കയറി നടിക്കും. അങ്ങനത്തെ ഒരു പരിപാടിയില്ല. പക്ക ക്ലീൻ സിനിമയാണ്. ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജിലേക്ക് കാണുന്നുണ്ട്. കാരണം എനിക്ക് തോന്നുന്നു ചില സ്ഥലത്തൊക്കെ ഡബ്ബ് മലയാളത്തിൽ മിസ്സായിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. മീൻസ് ആക്ടിവിറ്റി ഡബ്ബുകൾ അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഞാനത് ഒന്നും കൂടെ 3Dയിൽ കാണും. അപ്പോൾ അത്രയൊക്കെയാണ് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. ഈ സിനിമ എല്ലാവരും തീർച്ചയായിട്ടും കാണാം.